എക്സൈസ് സഹകരണ വകുപ്പ് മന്ത്രി എം ലിജു കായംകുളം പുല്ലുകുളങ്ങര ക്ഷേത്രത്തിൽ തുലാഭാരം നടത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി ഗോപൻ നേർന്ന വഴിപാടാണ് ഔദ്യോഗിക തിരക്കുകൾക്കിടയിലും ഇന്ന് രാവിലെ ക്ഷേത്രത്തിലെത്തി മന്ത്രി പൂർത്തിയാക്കിയത്. പഞ്ചസാര കൊണ്ടായിരുന്നു തുലാഭാരം. കായംകുളത്തെ നിയമസഭാംഗമായി തിരഞ്ഞെടുക്കപ്പെടാൻ അവസരം ലഭിച്ചത് നിരവധി കായംകുളത്തുകാരുടെ അല്ലെങ്കിൽ സ്നേഹിക്കുന്ന നിരവധി മനുഷ്യരുടെ പ്രാർത്ഥനയും പിന്തുണയും കൊണ്ടാണ്. ഇന്ന് പുല്ലുകുളങ്ങര മഹാക്ഷേത്രത്തിൽ വന്ന് തൊടാനും തുലാഭാരത്തിൽ പങ്കെടുക്കുകയും ചെയ്തത്, തുലാഭാരത്തിൽ ചേർന്നത് എൻ്റെ വളരെ അടുപ്പമുള്ള ഒരു സുഹൃത്തും ജ്യേഷ്ഠ സഹോദരനുമായ ഗോവൻ ചേട്ടൻ്റെ ഒരു വഴിപാടാണ്. അമ്പലത്തിൽ ഇന്നൊരു തുലാഭാരം നടത്താമെന്നത് അതിൽ പങ്കുചേരാൻ വേണ്ടിയാണ് ഇവിടെ എത്തിയത്. ഇത്തരം നിരവധി, എനിക്ക് തോന്നുന്നു എല്ലാ സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ നിരവധി ആളുകൾ ഇത്തരത്തിൽ പ്രാർത്ഥനകളും വഴിപാടും ചേർന്ന് നിരവധി മനുഷ്യരുണ്ട്. ഞാൻ എല്ലാവരോടും നന്ദി പ്രകടിപ്പിക്കുകയാണ്. എല്ലാ പ്രാർത്ഥനയ്ക്കും പിന്തുണയ്ക്കും ഒരിക്കൽ കൂടി നന്ദി പ്രകടിപ്പിക്കും. അസംബ്ലി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എം ലിജുവിൻ്റെ പേര് കായംകുളം നിയോജകമണ്ഡലത്തിൽ സ്ഥിരീകരിക്കുകയും ആ സമയത്ത് ഞങ്ങൾ പുല്ലുകുളങ്ങര ക്ഷേത്രത്തിൽ ഇരിക്കുന്ന സമയത്താണ് ആ സ്ഥിരീകരണം ഉണ്ടായത്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ വിജയത്തിന് വേണ്ടി, അദ്ദേഹത്തിൻ്റെ എല്ലാവിധ ആശംസകൾക്കും വേണ്ടിയിട്ടും, അദ്ദേഹത്തിൻ്റെ വിജയം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനും പിന്നെ ബാബുച്ചേട്ടൻ, രഘുസാർ അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ വിജയത്തിന് വേണ്ടി ഞങ്ങൾ പുല്ലുകുളങ്ങര ശ്രീ ധർമ്മശാസ്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വിജയത്തിന് വേണ്ടി ഞങ്ങൾ നേർന്ന ഒരു വഴിപാടാണ് അദ്ദേഹത്തിന് തുലാഭാരം നിർത്തുക എന്നുള്ളത്. അത് വളരെ ഭംഗിയായിട്ട് ഇന്ന് ഈ പുല്ലുകുളങ്ങര ശ്രീ ധർമ്മശാസ്താവിൻ്റെ തിരുസന്നിധിയിൽ നടക്കുകയാണ്.